പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. മോദിയുടെ എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം മറ്റൊരു വാഗ്ദാന ലംഘനമായി തുടരുകയാണ് എന്ന് എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. മോദി ദിവസവും പുതിയ മുദ്രാവാക്യങ്ങൾ സൃഷ്ടിക്കുമ്പോൾ യുവാക്കൾ ഇപ്പോഴും യഥാർത്ഥ അവസരങ്ങൾക്കായി കാത്തിരിക്കുകയാണെന്നും രാഹുൽ പറയുന്നു. ഈ പദ്ധതികളും വെറും തട്ടിപ്പ് മാത്രമാണോ എന്നും രാഹുൽ ചോദിച്ചു. 2024 തിരഞ്ഞെടുപ്പിന് ശേഷം നമ്മുടെ യുവാക്കൾക്ക് തൊഴിൽ നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത് പ്രധാനമന്ത്രി എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം എന്ന പദ്ധതി വലിയ കൊട്ടിയാഘോഷത്തോടെ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ പ്രഖ്യാപനം നടത്തി ഒരു വർഷമായിട്ടും ഒന്നും നടന്നിട്ടില്ല എന്ന് രാഹുൽ ഓർമ്മപ്പെടുത്തി. പദ്ധതി പ്രഖ്യാപിച്ചിട്ട് ഏകദേശം ഒരു വർഷമായി. സർക്കാർ അതെന്താണ് എന്ന് പോലും നിർവചിച്ചിട്ടില്ല. അതിനനുവദിച്ച 10,000 കോടി രൂപ തിരികെ നൽകിയിട്ടുണ്ട്. തൊഴിലില്ലായ്മയെക്കുറിച്ച് പ്രധാനമന്ത്രി എത്രത്തോളം വാചാലനാണെന്നും ഗൗരവമുള്ളവനാണെന്നും ഇത് വ്യക്തമാക്കി തരുന്നു. അതേസമയം രാഹുലിന്റെ ആരോപണത്തിൽ സർക്കാരുമായി ബന്ധപ്പെട്ടവരാരും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. വൻകിട കോർപ്പറേറ്റുകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചും ഫെയർ പ്ലേ ബിസിനസ്സുകളേക്കാൾ കൂട്ടാളികളെ പ്രോത്സാഹിപ്പിച്ചും ഉൽപാദനത്തെക്കാൾ സമ്മേളനത്തിന് മുൻഗണന നൽകിക്കൊണ്ടും ഇന്ത്യയുടെ തദ്ദേശീയ കഴിവുകളെ അവഗണിച്ചും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. കോടിക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള മാർഗം MSMEകളിൽ വലിയ തോതിലുള്ള നിക്ഷേപം നടത്തുക എന്നതാണ്. മത്സരം വളരാൻ കഴിയുന്ന ന്യായമായ വിപണികൾ, പ്രാദേശിക ഉൽപാദന ശൃംഖലകൾക്കുള്ള പിന്തുണ, ശരിയായ വൈദഗ്ധ്യമുള്ള യുവാക്കൾ എന്നിവയിലൂടെയാണ് അത് വളരുക എന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. എന്നാൽ പ്രധാനമന്ത്രി ഈ ആശയങ്ങളോട് യോജിക്കില്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. നിങ്ങളുടെ വാഗ്ദാനങ്ങൾക്കൊപ്പം ഞങ്ങളുടെ തൊഴിലില്ലാത്ത യുവാക്കളെയും നിങ്ങൾ ഉപേക്ഷിച്ചോ? നിങ്ങൾ എല്ലാ ദിവസവും പുതിയ മുദ്രാവാക്യങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ഞങ്ങളുടെ യുവാക്കൾ ഇപ്പോഴും യഥാർത്ഥ അവസരങ്ങൾക്കായി കാത്തിരിക്കുകയാണ്, രാഹുലിന്റെ ട്വീറ്റിൽ പറയുന്നു. അദാനിയെയും അദ്ദേഹത്തിന്റെ ശതകോടീശ്വരൻ സുഹൃത്തുക്കളെയും സമ്പന്നമാക്കുന്നതിൽ നിന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങളിലെ യുവാക്കൾക്ക് തുല്യമായ തൊഴിൽ ലഭ്യത ഉറപ്പാക്കുന്നതിലേക്ക് പ്രധാനമന്ത്രി എപ്പോഴാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നും രാഹുൽ ചോദിച്ചു.